2025 4ാം ക്ലാസ് അറബിക് ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. എന്നാൽ ചില ചോദ്യങ്ങൾക്ക് എ അല്ലെങ്കിൽ ബി എന്നിങ്ങനെ 2 ഓപ്ഷൻസ് ഉണ്ടാകും. ഓപ്ഷനുകളുള്ള ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതിയാൽ മതി. ഒന്നാമത്തെ ചോദ്യം, ഇതിന് ഓപ്ഷനുണ്ട്. ഓപ്ഷൻ എ. ഇവിടെ ഒരു ചിത്രമുണ്ട്. ആദ്യം ചിത്രം നന്നായി നോക്കുക, അതിനുശേഷം ചോദ്യങ്ങൾ നോക്കാം. യജ്ലിസു ഡാഷ് അലൽ കുർസി. ഇവിടെ കസേരയിൽ ഇരിക്കുന്നത് ആരാണ്? ഉപ്പാപ്പയുണ്ട്, ഉമ്മാമ്മയുണ്ട്, ഉപ്പയുണ്ട്. നമ്മൾ ഉപ്പാപ്പ ഇരിക്കുന്നു എന്ന് എഴുതാം. ജദ് എന്നാണ് പറയുക അല്ലേ? അപ്പോൾ യജ്ലിസുൽ ജദ്ദു അലൽ കുർസി, ഉപ്പാപ്പ കസേരയിൽ ഇരിക്കുന്നു. രണ്ടാമത്തത് തജ്ലിസു ഡാഷ് അമാമൽ ബൈത്തി, വീട്ടിന്റെ മുമ്പിൽ ഇരിക്കുന്നു. ആരാണ്? തജ്ലിസു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഒരു മുഅന്നസായ സ്ത്രീയുടെ പേരാണ് വെക്കേണ്ടത്. ഇവിടെ ഇരിക്കുന്നതിൽ സ്ത്രീ ഉമ്മാമയാണ് അല്ലേ? അതുകൊണ്ട് ജദ്ദത്തു, തജ്ലിസുൽ ജദ്ദത്തു അമാമൽ ബൈത്തി, ഉമ്മാമ വീട്ടിന്റെ മുമ്പിൽ ഇരിക്കുന്നു. ഇനി മൂന്നാമത്തത് യശ്റബു ഡാഷ് അശായ, ചായ കുടിക്കുന്നു എന്നാണ്. ആരാണ് ചായ കുടിക്കുന്നത്? ഇവിടെ നോക്കൂ, ഉപ്പയാണ് ചായ കുടിക്കുന്നത്. അതുകൊണ്ട് യശ്റബുൽ അബു അശായ, ഉപ്പ ചായ കുടിക്കുന്നു എന്ന് എഴുതാം. പിന്നെ യൽഅബു ഡാഷ് ബിൽഖുറത്തി, ബോൾ കൊണ്ട് കളിക്കുന്നു. ആര്? മകനാണല്ലേ? മകൻ എന്താ പറയുക? ഇബ്ന്. അതുകൊണ്ട് യൽഅബുൽ ഇബ്നു ബിൽഖുറത്തി, മകൻ ബോൾ കൊണ്ട് കളിക്കുന്നു. പിന്നെ തഖിഫുൽ ഉമ്മു, ഉമ്മ നിൽക്കുന്നു. വ ഡാഷ് ഫിൽ ഹദീഖത്തി, ഉമ്മയും വേറെ ആരോ എവിടെ നിൽക്കുന്നുണ്ട്? തോട്ടത്തിൽ നിൽക്കുന്നുണ്ട്. ഉമ്മയും മകളുമാണ് തോട്ടത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തഖിഫുൽ ഉമ്മു വൽ ഇബ്നത്തു ഫിൽ ഹദീഖത്തി, ഉമ്മയും മകളും തോട്ടത്തിൽ നിൽക്കുന്നു. ഇനി ഇതിലെ ബി ഓപ്ഷൻ, ഒരു മരം കൊടുത്തിട്ടുണ്ട്. അതിൽ അന, ഞാൻ, അബ് ഉപ്പ, ഉമ്മ, ബാക്കിയുള്ളവ നമുക്ക് പൂരിപ്പിക്കാം. അമ്മത്ത് പിതൃവ്യ, അതേപോലെ ഇവിടെ ഹാല് ഉമ്മയുടെ സഹോദരൻ, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം. അമ്മ് പിതൃവ്യൻ, അഹ് സഹോദരൻ, ഉഖ്ത് സഹോദരി, പിന്നെ ജദ് ഉപ്പാപ്പ, ജദ്ദത്ത് ഉമ്മാമ, ഹാല് അമ്മാവൻ, ഹാല് ഉമ്മാന്റെ സഹോദരി, ഹാലത്ത് ഉമ്മയുടെ സഹോദരി, അങ്ങനെ പൂരിപ്പിക്കാം. ഇനി അത് പൂരിപ്പിച്ചാൽ മാത്രം പോരാ, ഇവിടെ എഴുതുകയും വേണം. അന റാഷിദുൻ, ഞാൻ റാഷിദാണ്. ലി അബുൻ, എനിക്ക് ഉപ്പയുണ്ട്. വ ഉമ്മുൻ, ഉമ്മയുണ്ട്. പിന്നെ വ അഹുൻ, വ ഉഖ്തുൻ, വ ജദ്ദുൻ, വ ജദ്ദത്തുൻ, വ അമ്മുൻ, വ അമ്മത്തുൻ, വ ഖാലുൻ, വ ഖാലത്തുൻ, ഇവരൊക്കെ എനിക്ക് ഉണ്ട്. അങ്ങനെ അവിടെ എഴുതാം. അതിനുശേഷം ഇവിടെ അൻഷദ രാജു ഉൻഷൂദത്തൻ, രാജു ഒരു പാട്ടുപാടി. നുക്കുമില്, അത് നമുക്ക് പൂരിപ്പിക്കാം. കുടയെ കൊണ്ടുള്ള പാട്ടാണ് പാടുന്നത്. ഇവിടെ കുറച്ച് വാക്കുകളുണ്ട്. ഈ വാക്കുകളാണ് പൂരിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കേണ്ടത്. മുക്കബ്ബറത്തുൻ, അനീസത്തുൻ, റഫിയാത്തുൻ, നളീഫത്തുൻ. ആദ്യം 2 വരി പാട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് വായിച്ചു നോക്കിയാൽ അതേപോലെ പൂരിപ്പിച്ചാൽ മതി. ശംസിയത്തി ജമീലത്തുൻ, ശംസിയത്തി ജദീദത്തുൻ. ശംസിയത്തി എൻ്റെ കൂടെ, ജമീലത്തുൻ ഭംഗിയുള്ളതാണ്. ശംസിയത്തി ജദീദത്തുൻ എൻ്റെ കൂടെ പുതിയതാണ്. ശംസിയത്തി 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 മുലവ്വനത്തുൻ എൻ്റെ കൂടെ കളർഫുള്ളാണ്, നല്ല കളറുള്ള കുടയാണ്. അടുത്തത് ശംസിയത്തി ഡാഷ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും ഒരു വാക്ക് അവിടെ ചേർക്കണം. മുക്കബ്ബറത്തുൻ എന്ന് വെച്ചോളൂ. ശംസിയത്തി മുക്കബ്ബറത്തുൻ, ശംസിയത്തി ഡാഷ്, അവിടെ ശംസിയത്തി അനീസത്തുൻ എന്ന് വെക്കാം. പിന്നെ ശംസിയത്തി മുക്കബ്ബറത്തുൻ എൻ്റെ കൂടെ വലിയതാണ്. ശംസിയത്തി അനീസത്തുൻ എൻ്റെ കൂടെ സ്നേഹമുള്ള കൂടെയാണ്. ഇനി അടുത്ത വരിയിൽ ശംസിയത്തി ശംസിയത്തി എൻ്റെ കൂടെ ശംസിയത്തി മുദവ്വറത്തുൻ എൻ്റെ കൂടെ വട്ടത്തിലുള്ളതാണ്. പിന്നെ അടുത്ത വരിയിൽ ശംസിയത്തി സ്വദീഖത്തുൻ എൻ്റെ കൂടെ കൂട്ടുകാരിയാണ്. ശംസിയത്തി റഫിയത്തുൻ എൻ്റെ കൂടെ റഫിയത്താണ്, ഉയർന്നു നിൽക്കുന്നതാണ്. പിന്നെ ശംസിയത്തി 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 നളീഫത്തുൻ എൻ്റെ കൂടെ നളീഫത്താണ്, വൃത്തിയുള്ളതാണ്. അങ്ങനെ എഴുതാം. ഇനി ഇവിടെ നക്തുബു കമാഫിൽ മിസാൽ, ഉദാഹരണത്തുള്ളതുപോലെ എഴുതാം. ഒരു മുയല് ക്യാരറ്റ് തിന്നുന്നുണ്ട്. അതെന്താണ് എഴുതിയിരിക്കുന്നത്? യഅ്കുലുൽ അർണബു അൽ ജസറ, മുയൽ ക്യാരറ്റ് തിന്നുന്നു. പിന്നെ പശു പുല്ല് തിന്നുകയാണ്. അത് എഴുതിയത് തഅ്കുലുൽ ബഖറത്തു അൽ ഉശ്ബ, പശു പുല്ല് തിന്നുന്നു. പിന്നെ ഇവിടെ ഒരു പൂച്ച പാല് കുടിക്കുന്നുണ്ട്. അതിനെ എഴുതിയിരിക്കുന്നത് ഡാഷ് അൽ ഖിത്തു അൽ ഹലീബ, കുടിക്കുന്നു എന്നതിന് തശ്റബു എന്ന് പറയാം.
തഷ്റബുൽ ഖിത്തു അൽ ഹലീബ. പിന്നെ തഷ്റബുൽ ബത്തത്തു അൽ അസീറ, താറാവ് ജ്യൂസ് കുടിക്കുന്നു. ഓക്കെ, ഇനി ഇവിടെയോ ഒരു സിംഹം പത്രം വായിക്കുന്നു അല്ലേ. യഖ്റ ഉൽ അസദു അൽ ജരീദത്ത, സിംഹം പത്രം വായിക്കുന്നു. കോഴി എന്ത് ചെയ്യുന്നു? മാഗസിൻ വായിക്കുകയാണ്. അപ്പോൾ അദ്ദജാജത്തു ഡാഷ് അദ്ദജാജത്തു അൽ മജല്ലത്ത, കോഴി മാഗസിൻ എന്നെവിടെ എഴുതിയിട്ടുണ്ട്? വായിക്കുന്നു എന്നതിൻ്റെ വാക്ക് എഴുതണം. യഖ്റ എന്നാണ് മേലെ സിംഹം വായിക്കുന്നു എന്ന് പറഞ്ഞത് അല്ലേ. സിംഹം മുദക്കർ ആയതുകൊണ്ടാണ് യഖ്റ എന്ന് പറഞ്ഞത്. ദജാജത്ത് മുഅന്നസാണ്, അതുകൊണ്ട് തഖ്റഉ ദജാജത്തു അൽ മജല്ലത്ത, കോഴി മാഗസിൻ വായിക്കുന്നു. യക്തുബു ഡാഷ് അദ്ദർസ, ആരാണ്? നായാണ് അല്ലേ. നായക്ക് അൽ കൽബ്, യക്തുബുൽ കൽബു അദ്ദർസ, നായ പാഠം എഴുതുന്നു. പിന്നെ പൂമ്പാറ്റ പാഠം എഴുതുന്നു. പൂമ്പാറ്റക്ക് എന്ത് പറയും? അൽ ഫറാശത്തു. അപ്പോൾ തക്തുബു ആണ് വരെ അല്ലേ. തക്തുബുൽ ഫറാശത്തു അദ്ദർസ, ഫറാശത്തുൻ സ്ത്രീലിംഗാണ്, മുഅന്നസാണ്. കുരങ്ങൻ ബോൾ കളിക്കുന്നു, ബോൾ കൊണ്ട് കളിക്കുന്നു. അപ്പൊ അതെങ്ങനെ പറയും? യൽ അബു, കളിക്കുന്നു എന്നതിന് യൽ അബു, ആരാ കളിക്കുന്നത്? കുരങ്ങൻ. അൽ ഖിർദു, യൽ അബുൽ ഖിർദു ബിൽ ഖുറത്തി, കുരങ്ങൻ ബോൾ കൊണ്ട് കളിക്കുന്നു. ഇനി അടുത്തത് ജിറാഫ് കയറ് കൊണ്ട് തുള്ളുകയാണ് അല്ലേ. യഖ്ഫിസു എന്നാണ് പറയുക. ജിറാഫ് മുന്നസായതുകൊണ്ട് തഖ്ഫിസു എന്ന് വെക്കാം. തഖ്ഫിസു സറാഫത്തു, ജിറാഫ് തുള്ളുന്നു. ബിൽ ഹബിലി, കയറുകൊണ്ട്. ഓക്കെ, ഇനി നഖ്റഉൽ ജുമല വനക്കുമിലു അൽ ഫറാഗ, ഈ സെന്റൻസുകൾ വായിക്കാം. എന്നിട്ട് അടുത്ത പേജിലുള്ള ഈ വാചകങ്ങൾ ഇവിടെ പൂരിപ്പിക്കാം, സമയത്തിന് നേരെ പൂരിപ്പിക്കാം. ഒന്നാമത്തത് ദഹബത്തിൽ മുദരിസത്തു, അധ്യാപിക പോയി. ഇലൽ മദ്രസത്തി, സ്കൂളിലേക്ക്. ഫിസാഅത്ത് താസിയത്തി, 9 മണിക്ക്. ബദഅ ത്വാബൂർ സുബാഹി, അസംബ്ലി തുടങ്ങി. ഫിസാഅത്തിൽ ആശിറത്തി, 10 മണിക്ക്. തനാവല രാജു അൽ ഫത്തൂറ, രാജു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഫിസാഅത്തി സാമിനത്തി, 8 മണിക്ക്. ആ ചിത്രങ്ങൾ ഇവിടെയുണ്ട്, അത് നമ്മൾ എഴുതണം. ഇത് രാജു 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ചിത്രമാണല്ലേ. അതുകൊണ്ട് തനാവല രാജു അൽ ഫത്തൂറ ഫിസാഅത്തി സാമിനത്തി എന്ന് അവിടെ എഴുതുക. ഇവിടെ 8 മണിയുടെ ചിത്രം ഇപ്പുറം ക്ലോക്കിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തത് രണ്ടാമത്തത് എന്താണ്? മുദരിസത്ത് സ്കൂളിലേക്ക് 9 മണിക്ക് പോയി എന്നതാണ് അല്ലേ. ദഹബത്തിൽ മുദരിസത്തു ഇലൽ മദ്രസത്തി ഫിസാഅത്തി താസിയത്തി, 9 മണിക്ക് അധ്യാപിക സ്കൂളിലേക്ക് പോയി. പിന്നെ മൂന്നാമത്തെ എന്താണ്? അസംബ്ലി 10 മണിക്ക് ചേർന്നു അല്ലേ. അതിനെന്താ പറഞ്ഞത്? ബദ, അസംബ്ലി തുടങ്ങി. ബദ ത്വാബൂർ സബാഹി ഫിസാഅത്തിൽ ആശിറത്തി, 10 മണിക്ക് അസംബ്ലി തുടങ്ങി. ലാസ്റ്റ് ഒരു കുട്ടി കളിക്കുകയാണ്, അത് നമ്മളിവിടെ സമയവും വരച്ചു ചേർക്കണം. 4 മണിക്ക് കൊടുക്കാം. ലഅബൽ വലതു ഖുറത്തൽ ഖദമി, കുട്ടി ഫുട്ബോൾ കളിച്ചു. ഫിസാഅത്തിൽ ആശിറത്തി, 4 മണിക്ക് എന്ന് എഴുതി ചേർക്കാം. എത്ര മണിയാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു സമയം എഴുതുക. നഖ്റഉ വനുക്മിലുൽ ഹിവാർ, ഈ പാരഗ്രാഫ് വായിച്ചു നോക്കിയിട്ട് താഴെയുള്ള ഹിവാർ പൂരിപ്പിക്കണം. പാരഗ്രാഫ് ആദ്യം വായിച്ചു നോക്കാം. മസാ അൻ, വൈകുന്നേരം. ഇജ്തമഅ ഡാനിഷുൻ വ അസ്തിഖാഉഹു ഫി സഫി, ഡാനിഷും കൂട്ടുകാരും ക്ലാസ്സിൽ ഒരുമിച്ച് കൂടി. നാകഷു അൻ രാജു, അവർ രാജുവിനെ കുറിച്ച് ചർച്ച ചെയ്തു. ലം യഹ്ദുരി സഫ, അവൻ ക്ലാസ്സിൽ വന്നിട്ടില്ല. രാജു ക്ലാസ്സിൽ വന്നിട്ടില്ല. മുൻസു യോമൈനി, 2 ദിവസമായിട്ട്. ലൈസ ലദൈഹി ശംസിയത്തുൻ, അവന്റെ അടുത്ത് കുടയില്ല. ഖററൽ അസ്തിഖാഉ, കൂട്ടുകാർ തീരുമാനിച്ചു. അലാ മുസാഅദതിഹി, അവനെ സഹായിക്കാൻ. ഖാല റാഷിദുൻ, റാഷിദ് പറഞ്ഞു. ഇന്ദി ഹസ്വാലത്തുൻ നുഖൂദ്, എൻ്റെ അടുക്കൽ ഒരു പണപ്പെട്ടി ഉണ്ട്. ഖാമത്ത് സൽമ വക്കാലത്ത്, അപ്പോൾ സൽമ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു. ഇന്ദി ഐളൻ ഹസ്വാല, എൻ്റെ അടുക്കലും പണപ്പെട്ടി ഉണ്ട്. വഫിൽ യോമിത്താലി, പിറ്റേ ദിവസം. ജമാ ഡാനിഷുൻ അൻ നുഖൂദ മിൻ അസ്തിഖാഇഹി, ഡാനിഷ് കൂട്ടുകാരുടെ അടുക്കൽ നിന്നും പണം ശേഖരിച്ചു. അങ്ങനെ പണപ്പെട്ടിയുള്ളവരും അല്ലാത്തവരും ഒക്കെ പണം കൊണ്ടുവന്നു. അതൊക്കെ ഡാനിഷ് ശേഖരിച്ചു. എന്തിനു വേണ്ടി? ലിഷിറാ ശംസിയത്തി, കുട വാങ്ങാൻ വേണ്ടി. ഫജാ നാദിറുൽ മദ്രസത്തി ഇല സഫി, അപ്പോൾ ഹെഡ് മാസ്റ്റർ ക്ലാസ്സിലേക്ക് വന്നു. ഫദാറ ബൈനഹും ഹിവാറുൻ, അവർക്കിടയിൽ ഒരു സംഭാഷണം നടന്നു. ആർക്കിടയിൽ? കുട്ടികൾക്കും ഹെഡ് മാസ്റ്റർക്കും ഇടയിൽ ഒരു സംഭാഷണം നടന്നു. ആ സംഭാഷണമാണ് നമ്മളിവിടെ പൂരിപ്പിക്കേണ്ടത്. ആദ്യം നാദിറുൽ മദ്രസത്ത് എന്ത് പറയും? കയറി വരികയാണ് അല്ലേ. അപ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയാം. ദാരിസുന, വിദ്യാർത്ഥികൾ. വഅലൈക്കും അസ്സലാം.
നാലുറുൽ മദ്രസ് മാതാ തുനാക്കിഷുന, നിങ്ങൾ എന്താണ് ചർച്ച ചെയ്യുന്നത്? ദാരിസുന, വിദ്യാർത്ഥികൾ. നുനാക്കിഷുൻ സുദീഖിന രാജു, ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരനായ രാജുവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. നാലുറുൽ മദ്രസ, ഹെഡ് മാസ്റ്റർ. ഐനഹുവ, അവൻ എവിടെ എന്ന് ചോദിക്കാം. അപ്പൊ മീനു പറയുകയാണ് ഹുവ ഫിൽ ബൈത്ത്, അവൻ വീട്ടിലാണുള്ളത്. ഹെഡ് മാസ്റ്റർ അവിടെ എന്താണ് ചോദിക്കേണ്ടത് എന്നെങ്ങനെ മനസ്സിലാക്കാം? താഴെ മറുപടി എന്താണ് പറയുന്നത് എന്ന് നോക്കിയാൽ മതി അല്ലേ. മറുപടി ഇവിടെ പറയുന്നത് ഹുവ ഫിൽ ബൈത്തി എന്നാണ്, അവൻ വീട്ടിലാണ് എന്നാണ് മറുപടി പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? അവൻ എവിടെ എന്നാണ് അല്ലെ. എവിടെ എന്നതിന് ഐന ഹുവ, അവൻ എവിടെ? ഹുവ ഫിൽ ബൈത്ത്, അവൻ വീട്ടിലാണ്. നാലുറുൽ മദ്രസ ഡേഷ് അസാബഹു, അസാബഹു മീൻസ് ബാധിച്ചു, പറ്റി. എന്താണ് എന്ന് മനസ്സിലാക്കാൻ താഴെ എന്ത് പറയുന്നു എന്ന് നോക്കിയാൽ മതി. ലൈസ ലദൈഹി ശംസിയത്തുൻ, അവന്റെ അടുക്കൽ കുടയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ മാതാ അസാബഹു, അവൻ എന്ത് പറ്റി എന്നാണ് ചോദിച്ചിട്ടുണ്ടാവും അല്ലെ. മാതാ അസാബഹു, അവൻ എന്ത് പറ്റി? ലൈസ ലദൈഹി ശംസി, അവന്റെ അടുക്കൽ കുടയില്ല. നാദുൽ മദ്രസ ഡാഷ് നുസായിദുഹു, നമ്മൾ അവനെ സഹായിക്കും എന്നാണ് നുസായിദു. കൈഫ എന്ന് ചോദിക്കാം. കൈഫ നുസായിദുഹു, നമ്മൾ അവനെ എങ്ങനെ സഹായിക്കും? അപ്പൊ റാഷിദ് ജമാന നൊക്കൂദ ലിഷിറാ ശംസിയത്തി, കുട വാങ്ങാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? നാണയം അല്ലെങ്കിൽ പണം ശേഖരിച്ചിട്ടുണ്ട്. നാദുൽ മദ്രസ ഐവ, ഗുഡ്. ഫിക്രാറായ, നല്ല ഐഡിയ. നദഹബു ഇല സൂഖി ഫി സയ്യാറത്തി, നമുക്ക് എൻ്റെ കാറിൽ മാർക്കറ്റിലേക്ക് പോകാം കുട വാങ്ങാൻ വേണ്ടി. താരിസൂന ശുക്രൻ. നാദുൽ മദ്രസ അഫ്വൻ. അങ്ങനെ പൂരിപ്പിക്കാം. ഇനി അല്ലെങ്കിൽ ഇത് ഐന, ഇവിടെ കുറെ ഉത്തരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഉത്തരങ്ങൾക്ക് ചോദ്യം എവിടെ ഉണ്ടാക്കണം? ചോദ്യത്തിന്റെ വാക്കുകൾ നമ്മൾ ഇവിടെ ചേർത്താൽ മതി. ചോദ്യത്തിന്റെ വാക്കുകൾ ഇവിടെ ഉണ്ട് അല്ലെ. ഐന എവിടെ, മൻ ആര്, മത എപ്പോൾ, കൈഫ എങ്ങനെ, മാത എന്ത്. ഈ ഉത്തരങ്ങൾ വായിച്ചു നോക്കിയാൽ ഏതൊക്കെ ചോദ്യമാണ് വെക്കേണ്ടത് എന്ന് മനസ്സിലാകും. ഒന്നാമത്തത് രാജു സ്വദീഖു ഡാനിഷ്, രാജു ഡാനിഷിന്റെ കൂട്ടുകാരനാണ്. അതിന്റെ ചോദ്യം കൊടുത്തിരിക്കുന്നു. ഡേഷ് സ്വദീഖു ഡാനിഷ്, ആരാണ് ഡാനിഷിന്റെ കൂട്ടുകാരൻ എന്നാണ് ചേർക്കേണ്ടത്. ആര് എന്നതിന് മൻ സ്വദീഖു ഡാനിഷ്, ആരാണ് ഡാനിഷിന്റെ കൂട്ടുകാരൻ. പിന്നെ ഇജ്തമ ഡാനിഷുൻ മാ അസ്തിഖാഇഹി ഫി സഫ്, ഡാനിഷ് കൂട്ടുകാരോടൊപ്പം ക്ലാസ്സിൽ ഒരുമിച്ച് കൂടി. ഡേഷ് ഇജ്തമ ഡാനിഷുൻ മാ അസ്തിഖാഇ, ഐന ഇജ്തമ ഡാനിഷുൻ മാ അസ്തിഖാഇ, ഡാനിഷ് എവിടെയാണ് കൂട്ടുകാരോടൊപ്പം ഒരുമിച്ച് കൂടിയത്. അടുത്തത് ഖററ ഡാനിഷുൻ വാസ്തിഖാഉഹു ലിശിറാഇ ശംസിയ, ഡാനിഷും കൂട്ടുകാരും കുട വാങ്ങാൻ തീരുമാനിച്ചു. മാതാ ഖററ ഡാനിഷും വാസ്തിഖാഉഹു, ഡാനിഷും കൂട്ടുകാരും എന്താണ് തീരുമാനിച്ചത്? മാതാ ഖററ, എന്താണ് തീരുമാനിച്ചത്? ദഹബു ഇല സൂഖി ഫി സയ്യാറ, അവർ കാറിൽ അങ്ങാടിയിലേക്ക് പോയി. അതങ്ങനെ ചോദിക്കാം. കൈഫ ദഹബു ഇല സൂഖി, അവരെങ്ങനെയാണ് മാർക്കറ്റിലേക്ക് പോയത്? അടുത്തത് ഇജ്തമ ഡാനിഷുൻ വാസ്തിഖാഉഹു മസാഅൻ, ഡാനിഷും കൂട്ടുകാരും വൈകുന്നേരം ഒരുമിച്ച് കൂടി. അപ്പോൾ മത ഇജ്തമ ഡാനിഷും വാസ്തിഖാഉഹു, ഡാനിഷും കൂട്ടുകാരും എപ്പോഴാണ് ഒരുമിച്ച് കൂടിയത്? ഓക്കെ, ഇത്രയുമാണ് ചോദ്യങ്ങളുള്ളത്.